ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീനി വിജ്ഞാനം പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണോ ഒരു മനുഷ്യന് നിർബന്ധമായി അള്ളാഹു അവനോട് കൽപ്പിച്ചത്, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും നിർബന്ധമുള്ള കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ തൗഹീദാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ഒരിക്കലും അതിനൊരു ഒഴിവുകഴിവ് അള്ളാഹു നൽകുന്നതല്ല. അള്ളാഹു അവനെ പടച്ചിട്ടുള്ളത് തന്നെ ആ തൗഹീദിന് അതിനു വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു പറഞ്ഞു, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ്. മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് തഫ്സീർ നൽകി, യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അയ്യുവഹിദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, തൗഹീദിനു വേണ്ടി എന്നുള്ളത്. സഹോദരങ്ങളെ, തൗഹീദിന്റെ വിഷയങ്ങൾ അത് മൊത്തത്തിലും അതിന്റെ ഓരോ വിശദാംശങ്ങളും പഠിക്കാൻ നമുക്കേറെ ഉപകരിക്കുന്ന, അതിനു മുമ്പോ പിമ്പോ ഇതുപോലൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് മഹാനായ അൽ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ചിട്ടുള്ള കിതാബു തൗഹീദ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഗ്രന്ഥം. 66 അല്ലെങ്കിൽ 67 അധ്യായങ്ങളിലൂടെ അദ്ദേഹം തൗഹീദിനെ ആദ്യം വിശദമായി പറയുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുകയും പിന്നീട് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഷിർക്കുൻ അക്ബറാകുന്ന കാര്യങ്ങളും ഷിർക്കുൻ അസ്ഗറാകുന്ന കാര്യങ്ങളുമെല്ലാം അദ്ദേഹം വിശദീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, എത്രയോ ആളുകൾ മുസ്ലിമീങ്ങളിലേക്ക് ചേർത്തി പറയുന്ന എത്രയോ ആളുകൾ ഈ വിഷയങ്ങളിൽ വലിയ അജ്ഞത വെച്ച് പുലർത്തുന്ന ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പഠിക്കുകയും ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കിതാബു തൗഹീദിൽ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ജനങ്ങളിൽ അധിക ആളുകളിലും സംഭവിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളുടെ ഷിർക്കിന്റെ രൂപങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. അഥവാ നമ്മൾ ഈ അവസാന ക്ലാസുകളിലായി പഠിച്ചതിൽ ഒന്ന് സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പക്ഷിനോട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ജ്യോത്സ്യന്മാരെ സമീപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ജനങ്ങളിൽ ധാരാളം ആളുകളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് മറ്റു മതസ്ഥരിൽ അധികമായി ഉണ്ടെങ്കിലും മുസ്ലിമീങ്ങളിലും ഇതിന്റെ എണ്ണം കുറവൊന്നുമില്ല. മുസ്ലിമീങ്ങളിൽ പലരും ഇത് വേറെ രൂപത്തിൽ പഠിക്കുകയാണ്. മറ്റുള്ള മതക്കാർ അത് സിഹറെന്നും ബ്ലാക്ക് മാജിക്കുമെന്നും ഒക്കെ നേർക്ക് നേരെ വെച്ച് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ അത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽമാണ് എന്ന് പറഞ്ഞിട്ടാണ് സിഹറിനെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ മുസ്ലിയാക്കന്മാരായ ആളുകൾ അതിനുള്ള കിതാബുകൾ പോലും ഓതുകയും അത് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. എന്നിട്ട് അതുകൊണ്ട് ജനങ്ങളെ അവരുടെ ദുനിയാവും ആഖിറത്തും അവർ വഴികേടിലാക്കുന്നു, അതിനെ വഞ്ചിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയുള്ളത് തന്നെയാണ് പക്ഷിനോട്ടവും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളുമല്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത അധ്യായം വായിക്കുന്നത് ബാബു മാ ജാഅ ഫി തൻജീം, തൻജീമിന്റെ വിഷയത്തിൽ വന്ന കാര്യം എന്നതാണ്. എന്താണ് തൻജീം എന്ന് പറയുന്നത്? നമുക്കറിയാം, നജ്ം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. നക്ഷത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭാവി കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കുക, ഈ വർഷം എന്ത് സംഭവിക്കും പോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രവചിക്കുക, ഇതിനാണ് തൻജീം എന്ന് പറയുന്നത്. ജ്യോത്സ്യം എന്ന് നമുക്കതിനെ വിളിക്കാവുന്നതാണ്. നക്ഷത്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സിഹറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അതിനുശേഷമുള്ള അധ്യായങ്ങളിൽ പറയുന്നത്.
അഥവാ ഇത്തരത്തിലുള്ള പ്രശ്നക്കാരുടെ അടുക്കലേക്ക് പോകുക, അതുപോലെ പക്ഷിനോട്ടക്കാരുടെ അടുക്കലേക്ക് പോകുക, ഇതെല്ലാം സിഹറുമായി യഥാർത്ഥത്തിൽ ബന്ധമുള്ള കാര്യമാണ്. ഇനി നോക്കൂ, ഇവിടെ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ജ്യോത്സ്യം അതിനും സിഹറുമായി ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. മൻ ഇഖ്തബസ ശുഅബതൻ മിനൻ നുജൂം, നുജൂമിൽ നിന്നും, നക്ഷത്ര ശാസ്ത്രം അല്ലെങ്കിൽ ജ്യോത്സ്യ ശാസ്ത്രം എന്ന് പറയുന്നതിൽ നിന്നും ആരെങ്കിലും കുറച്ചു കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ, അവൻ യഥാർത്ഥത്തിൽ സിഹറിൽ നിന്നാണ്, ജ്യോത്സ്യം പഠിച്ചവൻ സിഹറിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. എത്ര പഠിച്ചോ അത്ര അവന് സിഹറിന്റെ കാര്യം പഠിച്ചു എന്ന് പറയാം. ജ്യോത്സ്യ കാര്യം പഠിക്കുക, ജ്യോത്സ്യ ശാസ്ത്രം പഠിക്കുക, ജ്യോതിഷം പഠിക്കുക എന്ന് പറയുന്നത് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അതിന് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ജ്യോത്സ്യം എന്ന് പറയുന്നത് സിഹ്റു പോലെ തന്നെ അതിനെ ആധാരമാക്കുന്നത് അംറുൻ ഖഫി, മറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് നേർക്ക് നേരെ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഇതിലില്ല. സിഹർ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. ഇവരിങ്ങനെ ഇവിടെ നിന്നുകൊണ്ട്, ഭൂമിയിൽ നിന്നുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യം ഉണ്ടാകും, ഇന്ന കാര്യം സംഭവിക്കും എന്നിവർ വാദിക്കുന്ന സമയത്ത് ഇവർക്ക് കാര്യകാരണമായ യാതൊരു ബന്ധവും അതിലില്ല. ആ നക്ഷത്രത്തിന്റെ ചലനങ്ങളെ ആസ്പദമാക്കിയിട്ട് ഇവർ എന്ത് പറയുകയാണ്? കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുകയാണ്. വരും വർഷങ്ങളിൽ വലിയ പ്രളയമുണ്ടാകും, അല്ലെങ്കിൽ വരും വർഷം വലിയ സൗഭാഗ്യത്തിന്റെ വർഷമായിരിക്കും, അല്ലെങ്കിൽ വരും വർഷത്തിൽ ഇന്ന വ്യക്തികൾ ഈ നാട്ടിൽ ജനിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പലരും ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരിക്കലും ഒരാൾക്ക് നേർക്കുനേരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, മറിച്ച് മറഞ്ഞ കാര്യങ്ങൾ ആസ്പദമാക്കി അമ്രുൻ ഖഫിയായ കാര്യമാണ് ഇതിലുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞത് ആദ്യമായി ബന്ധമുള്ളത് തന്നെയാണ്. അഥവാ ഭാവി കാര്യങ്ങൾ അറിയുമെന്നുള്ള വാദം അത് സാഹിറിനുണ്ട്. അതുപോലെ തന്നെ ഈ ജ്യോതിഷം നടത്തുന്ന ആളുകൾക്കുമുണ്ട്. സാഹിർ ഭാവി നടക്കുന്ന കാര്യങ്ങൾ വാദിക്കുന്നവനായിരിക്കും. നിന്റെ വീട്ടിൽ ഇന്ന് സംഭവിക്കും എന്ന രൂപത്തിൽ വാദിക്കും. അതുപോലെ തന്നെ ജ്യോത്സ്യം നടത്തുന്ന ആളുകൾക്കും ആ രൂപത്തിലുള്ള വാദമുണ്ട്. അതുകൊണ്ടാണ് സിഹറുമായി ബന്ധപ്പെട്ട് സിഹറിന്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന്റെ ഉത്ഭവങ്ങളായ, അതിന്റെ ഉൽപ്പന്നങ്ങളായ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹം അതിന്റെ തർത്തീബിൽ പറയുന്നത്. കിതാബ് തൗഹീദിന്റെ അധ്യായങ്ങളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ തർത്തീബ് വളരെ ഭംഗിയുള്ളതാണ്. ആദ്യം പറയേണ്ട അടിസ്ഥാനങ്ങൾ പറഞ്ഞ് അത് പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കിയാൽ, അത് ഗ്രഹിച്ചാൽ ശേഷം പറയേണ്ട കാര്യങ്ങൾ ഓരോന്നായി അദ്ദേഹം ഓരോ അധ്യായങ്ങളിൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ കിതാബ് തൗഹീദിൽ ഏറെ പ്രശംസിച്ച കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ തർത്തീബുകൾ, അബ്വാബുകളുടെ തർത്തീബ്. അത് വളരെയധികം ആളുകൾക്ക് തൗഹീദിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഉപകരിക്കുന്നത്. ബാബു മാ ജാഅ ഫി തൻജീം എന്നാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. അഥവാ ഈ അധ്യായത്തിൽ തൻജീമുമായി ബന്ധപ്പെട്ട് വന്നത് എന്നതാണ് കൊടുത്തിട്ടുള്ളത്. തൻജീമുമായി ബന്ധപ്പെട്ട്, ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട് മുൻഗാമികൾ, താബിഈങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗാമികളും ഇമാമുമാരും ഈ വിഷയത്തിൽ പറഞ്ഞ നസ്സുകളാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് ചില ഹദീസുകളും. ഒന്നാമതായി അദ്ദേഹം ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്തിട്ടുള്ള ഒരു അസറാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. قال الإمام بخاري رحمه الله في صحيحه قال قتادة خلق الله هذه النجوم لثلاث زينة للسماء ورجوما للشياطين وعلامات يهتدى بها فمن تأول فيها غير ذلك أخطأ وأضاع نصيبه وتكلف ما لا علم له به. انتهى. ഇമാം ബുഖാരി റഹിമഹുല്ല സഹീഹുൽ ബുഖാരിയിൽ തഅലീഖായി ഉദ്ധരിച്ചിട്ടുള്ള അസറാണ്. നമുക്കറിയാം സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം സനദോടുകൂടി കൊടുത്തിട്ടുള്ള ഹദീസുകളുണ്ട്. അതാണ് ഉലമാക്കൾ പൊതുവെ പറയാറുള്ളത്. ഇമാം ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസുകളും സഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം ബുഖാരി റഹിമഹുല്ല സനദോടുകൂടി, അഥവാ പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന മുഴുവൻ കണ്ണികളും ഉദ്ധരിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെയാണ് പൂർണ്ണമായും ഹദീസ് സ്വഹീഹാണ് എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നബിദിനത്തിന്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ ഇമാം ബുഖാരി എന്നൊക്കെ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ചില അസറുകൾ കൊണ്ടുവരും. അബൂലഹബിന് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ ഇന്ന കാര്യം ചെയ്തു എന്നതിന്റെ കാരണത്താൽ നരകത്തിൽ പാനീയം കുടിപ്പിക്കപ്പെടും പോലെയുള്ള ചില അസറുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില അസറുകൾ. അത് ചില കാര്യങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചത് തഅലീഖായി കൊടുത്തിട്ടുള്ളത് എങ്കിൽ അത് സ്വഹീഹല്ല. ഉലമാക്കൾ അത് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം പരിശോധിക്കപ്പെടണം.
അഥവാ അദ്ദേഹം ഒരു സഹാബിയിൽ നിന്നും നേരിട്ട് ഉദ്ധരിക്കുന്ന രീതിയായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ താബിയിൽ നിന്നും ഉദ്ധരിക്കുന്ന രീതിയായിരിക്കും. അതിനിടയിലുള്ള മുഴുവൻ ആളുകളെയും അദ്ദേഹം കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ പ്രത്യേകം മാറ്റി നിർത്തിയത്. അത് അദ്ദേഹത്തിന്റെ സ്വഹീഹിന്റെ നിബന്ധനകൾ പാലിച്ചു എന്ന് വാദിച്ചിട്ടുമില്ല. അതുകൊണ്ട് അത് സ്വഹീഹാകാനും ദഈഫാകാനും സാധ്യതയുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ഉദ്ധരിച്ച ഈ അസർ സഹോദരങ്ങളെ, ഇത് സ്വഹീഹാണ്. ഇത് ഇമാം ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിലും അതുപോലെ അബു ഹാത്തിം അദ്ദേഹത്തിന്റെ തഫ്സീറിലുമെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഒരു അസറാണ്. എന്താണ് ഈ അസറിൽ പറയുന്നത്? ഖാല ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഖതാദ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മുൻഗാമിയായ ഒരു ഇമാം മാത്രമല്ല, അദ്ദേഹം താബിഇയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അറിവ് അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം മുഫസ്സിറാണ്. ധാരാളം വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലെയുള്ള താബിഇങ്ങളുടെ വാക്കുകൾ പരിഗണനീയമാണ്, വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞു, ഖലഖല്ലാഹു ഹാദിഹി നുജൂമ ലിസലാസിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ പടച്ചത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അഥവാ 3 വലിയ ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ പടച്ചതിനുണ്ട്. ഒന്ന്, സീനതൻ ലിസ്സമാ, ആകാശങ്ങൾക്ക് ഭംഗിയായിട്ടാണ്, ആകാശത്തിന് ഭംഗിയായിട്ടാണ് അല്ലാഹു തആല നക്ഷത്രത്തെ പടച്ചിട്ടുള്ളത്. അല്ലെ, നമുക്കറിയാം ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുക എന്നുള്ളത് വലിയ ഭംഗിയുള്ള കാര്യമാണ്. അതില്ലായിരുന്നെങ്കിൽ ആകാശം ഇങ്ങനെ ഇരുണ്ട് കിടക്കുമായിരുന്നു. എന്നാൽ ആ നക്ഷത്രങ്ങൾ അത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അതിന്റെ ഭംഗി വർദ്ധിക്കുന്നതായിരിക്കും മറ്റു ദിവസത്തേക്കാൾ. അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഒന്നാമതായി ആകാശത്തിൽ നക്ഷത്രങ്ങളെ അല്ലാഹു പടച്ചിട്ടുള്ളത്. രണ്ടാമതായി പറഞ്ഞു വറുജൂമൽ ലിശയാത്തീൻ, അതുപോലെ കട്ടുകേൾവിയിൽ നിന്നും പിശാചിനെ ആട്ടി അകറ്റുന്നതിന് വേണ്ടി, ആട്ടി ഓടിക്കുന്നതിന് വേണ്ടി നക്ഷത്രങ്ങൾ അല്ലാഹു പടച്ചു എന്നാണ്. അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളുണ്ട്, അതിങ്ങനെ നീങ്ങി പോകുന്നത് കാണാം. അത് നീങ്ങി പിശാചുക്കളുടെ കട്ടുകേൾവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് എറിഞ്ഞോടിക്കും എന്ന് സ്വഹീഹായ ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വഅലാമാത്തിൻ യുഹ്തദാ ബിഹാ, അതുപോലെ തന്നെ ദിക്കുകൾ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഇത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമുക്ക് മറ്റു പല സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് കുറവായിരിക്കാം. പക്ഷെ പണ്ട് കാലത്ത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെയുള്ള ദിശകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കാകട്ടെ അല്ലെങ്കിൽ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾക്കാകട്ടെ ഇത് വളരെയധികം ഉപകാരം ചെയ്തിരുന്നു എന്നാണ്. കാരണം കടലിന്റെ നടുക്കടലാകട്ടെ അതുപോലെ മരുഭൂമിയിലുള്ള നടുവിലാകട്ടെ ആളുകൾക്ക് അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം ഒരുപോലെയാണ്. ദിശകൾ മനസ്സിലാക്കാനുള്ള യാതൊരു അടയാളങ്ങളോടെ കാണുകയില്ല. നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് എത്തിയാൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇന്ന അടയാളം കാണുമ്പോൾ വലത്തോട്ട് പോയാൽ മതി എന്നൊക്കെ നമ്മൾ നാടുകളിൽ പൊതുവെ പറയും, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ആളുകൾ പറയും. പക്ഷേ മരുഭൂമിയിലും അതുപോലെയുള്ള നടുക്കടലുകളിലും അത് സാധ്യമല്ല. എല്ലാം ഒരുപോലെ ആയിരിക്കും. ഒരാൾ വഴി തെറ്റിയാൽ തെറ്റിയത് തന്നെ. പിന്നീട് അവർക്കുള്ള ആശ്രയത്തിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ. ചില നക്ഷത്രങ്ങളെ നോക്കിയാൽ അവർക്കറിയാം അത് ഏകദേശം പടിഞ്ഞാറേക്ക് തിരിഞ്ഞു കിടക്കുന്ന നക്ഷത്രമാണ്. അല്ലെ, ഏതെങ്കിലും ഒരു ദിശ ഒരാൾക്ക് കിട്ടിയാൽ ബാക്കി ദിശകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് പടിഞ്ഞാറാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അത് കിഴക്കാണെന്ന് പറയാൻ പറ്റും. അല്ലെ, ബാക്കി തെക്കും വടക്കും ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ അവന്റെ നാട് ഏകദേശം എങ്ങോട്ടാണ്, എവിടുന്നാണ് അവൻ വന്നത്, എവിടുന്നാണ് പോകേണ്ടത് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ പടച്ചത് എന്നാണ്. ഫമൻ തഅവ്വല ഫീഹാ ഗൈറ ദാലിക, ആരെങ്കിലും നിന്നും ഇതിനല്ലാത്ത മറ്റു വല്ല കാര്യങ്ങളും അതിൽ ഉണ്ട് എന്ന് വാദിച്ച് അതിലേക്ക് തിരിഞ്ഞു പോകുകയാണ് എങ്കിൽ അഖ്ത, അവന് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അവൻ സന്മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വഅളാഅ നസീബ, അവന്റെ ഓഹരിയിൽ അവന് പിഴവ് സംഭവിച്ചിരിക്കുന്നു. കാരണം അവന്റെ ദുനിയാവിൽ അവന് ഖൈറുകൾ വാരിക്കൂട്ടേണ്ടവനാണ് അവൻ. അതിൽ നിന്നും അവൻ ഷർറിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് എന്ന് പറയുന്നത് അതല്ലാത്ത രൂപത്തിൽ നക്ഷത്രത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്നതും അവന്റെ സന്മാർഗത്തെ നഷ്ടപ്പെടുത്തുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് അവന്റെ നസീബ്, അവന്റെ ഖൈറിൽ നിന്നും കിട്ടേണ്ട ഓഹരി അതിനെ അവൻ പാഴാക്കിയിരിക്കുന്നു. വതകല്ലഫ മാ ലാ ഇൽമ ലഹു ബിഹി, അതുപോലെ തന്നെ അവന് സാധിക്കാത്ത, അവന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായ, അവന് ആവരണം ചെയ്യാൻ സാധിക്കാത്തതായ ഇൽമിന്റെ പിന്നാലെ പോയി അവന്റെ സമയം നഷ്ടപ്പെടുത്തുക എന്നതിലും അതിലുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ തന്റെ ജീവിതത്തിന്റെ ഗതിയെ ആധാരമാക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളിൽ ചിലതിനെയാണ്
അവന്റെ പേടിയെയും അവന്റെ പ്രതീക്ഷയെയും ഒക്കെ അത് കാരണമാക്കി മാറ്റുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതി, അവനെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന നിലക്ക് മനുഷ്യരെ യഥാർത്ഥത്തിൽ ആദരിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും മാറിക്കൊണ്ട് ഇത്തരത്തിലുള്ള പടപ്പുകളെ ആധാരമാക്കിയാണ് തന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കുന്നത്. യാത്ര പോകണമോ വേണ്ടേ, കല്യാണം വേണമോ വേണ്ടേ പോലെയുള്ള കാര്യങ്ങളെ ആധാരമാക്കുന്നത്, അവന്റെ പ്രതീക്ഷയും പേടിയുമെല്ലാം ഇത്തരം നക്ഷത്രങ്ങളെ ആക്കുക എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും അവന് നൽകാത്ത, അവനോട് പറഞ്ഞിട്ടില്ലാത്ത, കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ് എന്നാണ്. ഈ അസറിന് പൂർണ്ണ രൂപമുണ്ട്. ശാരിഹ്യങ്ങൾ വിശദീകരിക്കുന്ന, കിതാബ് തൗഹീദ് വിശദീകരിക്കുന്ന ആളുകൾ ഇമാം ഖതാദ റഹിമഹുല്ലാ അത് പറഞ്ഞത് ഇബ്നു അബി ഹാത്തിം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്ത പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാത്ത വിവരം കെട്ട ചില ആളുകൾ അവർ ഈ നക്ഷത്രത്തിന്റെ കാര്യത്തിൽ ജ്യോത്സ്യവും അങ്ങനെയുള്ള പണികളുമൊക്കെ അവർ ആരംഭിച്ചു, പുതുതായി ഉണ്ടാക്കി. ഇന്നാലിന്ന ദിവസങ്ങളിൽ നിക്കാഹ് നടത്തിയ ആളുകൾ, കല്യാണം കഴിച്ച ആളുകൾ, അവർക്ക് ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നാലിന്ന നക്ഷത്രം ആകാശത്തുണ്ടാകുന്ന സമയത്ത് യാത്ര ചെയ്ത ആളുകൾക്ക് ഇന്നാലിന്ന കാര്യങ്ങൾ സംഭവിക്കും. ഇന്നാലിന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഇന്നാലിന്ന കാര്യങ്ങളായിരിക്കും അവർക്കുണ്ടാകുക. എന്നിട്ട് അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞു, വല അംരി മാ മിൻ നജ്മിൻ ഇല്ലാ യൂലദു ബിഹിൽ അഹ്മർ വൽ അസ്വദ് വൽ ഖസീർ വൽ തവീൽ വൽ ഹസനു വദ്ദമീൻ. ഏതൊരു നക്ഷത്രം ആകാശത്തിലുണ്ടോ ആ സമയത്തെല്ലാം തന്നെ വെളുത്തവനും കറുത്തവനും ജനിക്കുന്നുണ്ട്, നീണ്ടവനും കുറിയവനും ജനിക്കുന്നുണ്ട്, ഭംഗിയുള്ളവനും അല്ലാത്തവനും ജനിക്കുന്നുണ്ട്. അഥവാ ഈ പറയുന്ന നക്ഷത്രത്തെ കുറിച്ചിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പക്ഷി നോട്ടങ്ങൾ വഴിയുള്ള ഇത്തരത്തിലുള്ള അറിവോ ഒന്നും തന്നെ ഗൈബിയായ ഒരു കാര്യവും അവന് നേടാൻ സാധിക്കുകയില്ല അത്തരം ഇൽമ കൊണ്ട്. വഖലല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാപഞ്ചികമായ നിയമം അത് വിധിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ആയത്താണ് അത്. സൂറത്തുൻ നംലിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള ഒരു അദൃശ്യ ജ്ഞാനവും അല്ലാഹുവിനല്ലാതെ അറിയാൻ സാധിക്കുകയില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, അവരുടെ ബഅസ് എപ്പോഴാണ് എന്നുള്ളത് അവർക്ക് അറിയുക പോലുമില്ല. അങ്ങനെ കഴിയുന്ന ആളുകളാണ്, ജീവനുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ, മരിച്ചവരാകട്ടെ അല്ലാത്തതാകട്ടെ, അങ്ങനെയുള്ള പടപ്പുകൾക്ക് അള്ളാഹുവിന്റെ ഗൈബിയായ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു കഴിവുമില്ല എന്ന് അള്ളാഹു തആല ഗണ്ഡിതമായി പറഞ്ഞു എന്ന് അദ്ദേഹം ആയത്ത് കൊടുക്കുകയാണ്. അഥവാ ഇത് ജനങ്ങൾ പിൽക്കാലത്തുണ്ടാക്കിയ ശിർക്കൻ വിശ്വാസമാണ് എന്നുള്ളതാണ്. അല്ല, ഇത്തരത്തിലുള്ള നക്ഷത്രത്തെ ആധാരമാക്കിക്കൊണ്ട് പറയുന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവരിങ്ങനെ പറയും, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചാൽ, അവര് മലയാളത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്, ഇംഗ്ലീഷിൽ പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ അറബിയിൽ ഇതിന് പേരുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഈ ഖുറാഫത്ത് അല്ലെങ്കിൽ ഈ ശുർക്കൻ പ്രവർത്തനം അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇതിനൊക്കെ അറബിയിലും പേരുണ്ട്. അറബി ജ്യോതിഷം എന്നൊക്കെ പേരിൽ ആളുകൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ ഖുറാഫത്തുള്ള അറബി നാടുകളിലും ഇതുണ്ട്, നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നക്ഷത്രം ജനിച്ച ആളുകൾക്ക് എങ്ങനെയാണ് നക്ഷത്രത്തിൽ ജനിച്ചത് എന്ന് കണ്ടുപിടിക്കുക? ആരും പോയി കണ്ടെത്താനല്ല, അത് ചെയ്യാൻ പാടില്ല. അവരെങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത് എന്ന് അറിയാൻ പറയാം. അതായത് നമ്മുടെ ജനന തീയതിയും ജനന സ്ഥലവും ഒക്കെ നോക്കിയിട്ട്, സ്ഥലവും തീയതിയൊക്കെ പ്രാധാന്യമുള്ളതാണ്, അത് നോക്കിയിട്ട് ആ സമയത്ത് ആകാശത്ത് ചന്ദ്രൻ ഏതു ഭാഗത്താണ്, ഏത് നക്ഷത്രത്തിന്റെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്, അതായിരിക്കും നിന്റെ നക്ഷത്രം എന്നാണ്. ചന്ദ്രൻ 28 ദിവസങ്ങളിലും 28 സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. എല്ലാ ദിവസവും ഒരു സ്ഥലത്തല്ല ഉദിക്കുക. മനാസിലുൽ ഖമർ, ചന്ദ്രന്റെ ഇത്തരത്തിലുള്ള രീതികൾ വ്യത്യാസമാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ഓരോ ഭംഗിയിലും ഒക്കെയാണ് ചന്ദ്രൻ ഉണ്ടാകുന്നത്. അത് ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിന്റെ അടുത്താണെന്നാണ്. അപ്പൊ അത് ഏത് നക്ഷത്ര കൂട്ടത്തിന്റെ അടുത്താണ് എന്നാണ്. ഈ നക്ഷത്രം എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിനെ കുറിച്ചിട്ടല്ല അവർ പറയുന്നത്, നക്ഷത്രത്തിന്റെ കൂട്ടത്തെ കുറിച്ചിട്ടാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. ആയില്യമാണ്, അതാണ്, ഇതാണ്, കാർത്തികയാണ്, ഇന്നതാണെന്നൊക്കെ നക്ഷത്രത്തിന്റെ പേര് പറയാറുണ്ട്. ഓരോ നക്ഷത്രത്തെ കൂട്ടത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ ജനിച്ച ആളുകൾ അവന്റെ നക്ഷത്രം ഇന്നതാണ് എന്ന് ആദ്യം ഫിക്സ് ചെയ്തു വെക്കും. പിന്നീട് ഈ നക്ഷത്രം ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും ഓരോ സമയത്തിലും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്ക് ഇന്നതുണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾ ഈ മാസം കല്യാണം കഴിക്കാനേ പാടില്ല, ഈ മാസം യാത്ര ചെയ്യാനേ പാടില്ല, കച്ചവടം തുടങ്ങിപ്പോകരുത്, നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാസാമാസം ഇതിന്റെ പ്രവചനങ്ങൾ ഉണ്ടാകും. ആഴ്ച തോറുമുള്ള പ്രവചനമുണ്ട്, അല്ല ദിവസങ്ങളോളമുള്ള പ്രവചനങ്ങളുണ്ട്. നിന്റെ ഇന്നത്തെ ദിവസം, നിന്റെ ഈ ആഴ്ച, വാരഫലം,
നിന്റെ ഈ മാസം എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കുന്ന ആളുകളുണ്ട്. ഇതിനനുസരിച്ച് തന്റെ ഗതിയെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ഇത് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നോക്കൂ, എല്ലാ ദിവസവും എല്ലാ രൂപത്തിലുള്ള ആൾക്കാരും ജനിക്കുന്നുണ്ട്. ഒരേ ദിവസം തന്നെ ജനിച്ച ആൾക്കെല്ലാം ഉണ്ടാവാറില്ല. ഈ നക്ഷത്രത്തിൽ ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരൊക്കെ ഭാഗ്യമുള്ളവരും വേറൊരു നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരൊക്കെ ഭാഗ്യമില്ലാത്തവരും അല്ല. ഒരേ ദിവസം തന്നെ ജനിച്ച രണ്ടാൾക്കാരുണ്ടാകും. ഒരാൾ വലിയ കോടീശ്വരനാകും, ഒരാൾ വലിയ ദാരിദ്ര്യത്തിലായിരിക്കും. ഒരാൾ നല്ല ഭംഗിയുള്ളതായിരിക്കും, നല്ല രൂപത്തിൽ ദുനിയാവ് സമ്പാദിക്കുന്നവനായിരിക്കും. വേറൊരാൾ നേരെ തിരിച്ചുള്ള ആൾക്കാരുണ്ടാകും. ഒരാൾ സൗഭാഗ്യവാനായി ദീനിലും ദുനിയാവിലും മുന്നിലുണ്ടാവും, വേറൊരാൾ അല്ലാത്തതുണ്ടാവും. ഒരേ ദിവസത്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി ചിന്തിച്ചാലും ഈ നക്ഷത്രങ്ങൾക്കൊന്നും യാതൊരു സ്വാധീനവുമില്ല. ഇതാണ് ഇമാം ഖത്താദ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കൂ സഹോദരങ്ങൾ, അദ്ദേഹം പറഞ്ഞല്ലോ എന്തൊക്കെയാണ് നക്ഷത്രങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നക്ഷത്രത്തിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് പറഞ്ഞല്ലോ. ഇത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച കാര്യമാണ്. ഒന്ന് പറഞ്ഞത് അന്നഹ സീനത്തുൻ ലിസ്സമാ, ആകാശത്തിനുള്ള ഭംഗിയാണെന്നാണ്. രണ്ട് പറഞ്ഞത് അന്നഹ റുജൂമുൽ ലിശയാത്തീൻ, പിശാചിനെ ആട്ടിയോടിക്കാനാണ് എന്നാണ്. സൂറത്തു സാഫാത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ സയ്യന്ന സമാഅ ദുനിയ ബിസീനത്തിനിൽ കവാകിബ് വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. ഇന്നാ സയ്യന്ന സമാഅ ദുനിയ, ഏറ്റവും അടുത്ത ആകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചിട്ടുള്ളത് ബിസീനത്തിനിൽ കവാകിബ്, നക്ഷത്രങ്ങൾ കൊണ്ടുള്ള അലങ്കാരത്തെ അല്ലാഹു അലങ്കരിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അലങ്കാരമായി സ്വീകരിച്ചു നക്ഷത്രത്തെ. ഇന്ന സമാഅ ദുനിയ ബിസീനത്തിനിൽ കവാകിബ്, നക്ഷത്രത്തെ അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്, എല്ലാ ധിക്കാരികളായ പിശാചിൽ നിന്നുള്ള സുരക്ഷയായിട്ട്, പിശാചിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ അവനെ ആട്ടിയകറ്റാനാണ് അത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. അതുപോലെ സൂറത്തുൽ മുൽക്കിൽ നമ്മളൊക്കെ എന്നും പാരായണം ചെയ്യുന്ന സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബീഹ വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ. അല്ലാഹു ഒന്നാൻ ആകാശത്തേക്ക് വിളക്കുകളായിക്കൊണ്ട് നക്ഷത്രത്തെ അലങ്കാരമാക്കി നിശ്ചയിച്ചു. റുജൂമൻ ലിശയാത്തീൻ, അതുപോലെ പിശാചിനെ ആട്ടിയോടിക്കുന്നതിനു വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ മൂന്നാമതായി നക്ഷത്രത്തിന്റെ പടച്ചതിന്റെ ലക്ഷ്യമായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അന്നഹ അലാമാത്തുൻ യുഹ്തദാ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ള അന്ധകാരങ്ങളിൽ ഇരുട്ടിൽ ഒരു വഴികാട്ടിയായിട്ട് നക്ഷത്രം മാറും എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിൽ അത് പറഞ്ഞിട്ടുണ്ട്. വഅലാമാത്തിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ, അവർ നക്ഷത്രങ്ങളെ ആസ്പദമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അടയാളമാക്കിക്കൊണ്ട് അവർ ഇങ്ങനെ വഴി നടക്കുന്നതായിരിക്കും, നേർവഴിയിൽ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതുപോലെ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ ജഅല ലകുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഅലമൂൻ. അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ള ഇരുട്ടിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നതിനു വേണ്ടി. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഅലമൂൻ, മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യക്തമാക്കി നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ട പഠനത്തെ ഒന്ന് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. 4 രൂപത്തിൽ അതുണ്ട് എന്നാണ്. ഇതിന്റെ വിശദീകരണം നമ്മൾ ഇതിന്റെ ആയത്തിന്റെയും ഹദീസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ വിശദീകരണം പഠിക്കുന്നത് നമ്മൾ കിതാബ് തൗഹീദ് മനസ്സിലാക്കിയിട്ട് ഒരു അധ്യായം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു വിശദീകരണം ഇല്ലാതെ നമ്മൾ എല്ലാത്തിനെയും അത് ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല. അതിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഗോളവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ അനുവദിക്കപ്പെടുന്നതുണ്ടോ അല്ല എല്ലാം വിരോധിക്കപ്പെട്ടതാണോ എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ആദ്യം കേട്ട അസർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വായിക്കുന്ന ഹദീസൊക്കെ മനസ്സിലാക്കി മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നൊരു പക്ഷേ നമ്മൾ അറിവില്ലാതെ സംസാരിച്ചേക്കാം. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പഠിക്കുന്ന ഓരോ മസലയും അതിന്റെ കൃത്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് എപ്പോഴാണത് ശിർക്കാകുക, എപ്പോഴാണ് ശിർക്കാകാതിരിക്കുക, എപ്പോഴാണത് ഒഴിവാക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരത് 4 രൂപത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. നക്ഷത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗോളവുമായി ബന്ധപ്പെട്ട പഠനം 4 രൂപത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇൽമു ദിറാസത്തിൻ നുജൂം മിൻ ജിഹത്തി മവാഖിഇഹാ വതബീഅതിഹാ വഅഹ്ജാമിഹാ വസൈരിഹാ വഹാദാ ജുസ്ഉൻ മിമ്മാ യുസമ്മ ബിഇൽമി അൽ ഫലക്. അഥവാ നക്ഷത്രങ്ങൾ അതിന്റെ പൊസിഷനിങ്ങളെ കുറിച്ചിട്ട് എവിടെയാണ് അത് ഉണ്ടാവുക,
അതിന്റെ ഒരു നാച്ചുറൽ, അതിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ ഓരോന്നിന്റെ വലിപ്പം എങ്ങനെയാണ്, അതുപോലെ അതിന്റെ സഞ്ചാര പദങ്ങൾ ഏതാണ്, അഥവാ ഗോളശാസ്ത്രം എന്നറിയപ്പെടുന്ന കാര്യം. ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അഥവാ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കും. സൂര്യൻ എവിടെയാണുള്ളത്, പിന്നെ ഉള്ള ഗ്രഹങ്ങൾ എവിടെയാണ്, നക്ഷത്രങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ വലിപ്പത്തിനെ കുറിച്ചും അതിന്റെ പ്രകാശത്തിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന പഠനങ്ങളുണ്ട്. ഇത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഇൽമു തസ്സീർ എന്നാണ്. അതിന്റെ ദിക്കുകളെയും ദിശകളെയും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യം. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാഹു തആല നിശ്ചയിച്ച ഒരു കാര്യമാണല്ലോ, നമുക്ക് ദിക്ക് ദിശയൊക്കെ മനസ്സിലാക്കാനാണ് അള്ളാഹു നക്ഷത്രങ്ങളെ പടച്ചത് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച്, അതിന്റെ ഡയറക്ഷനെ കുറിച്ച് മാത്രമായി പഠിക്കുന്ന പ്രത്യേകമായ പഠനങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ്, ഏതാണ് കിഴക്ക്, ഏതൊക്കെ നക്ഷത്രങ്ങളാണ് കിഴക്കേക്ക് തിരിഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വടക്കേക്കുള്ളത്, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് പഠിക്കും. മുൻഗാമികളിൽ ചിലർ ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നത് തന്നെ അവർ വെറുത്തിരുന്നു അല്ലെങ്കിൽ തടഞ്ഞിരുന്നു എന്ന് കാണാൻ സാധിക്കും. പക്ഷെ അതല്ലാത്ത പലരും അതിനെ അനുവദിച്ചിട്ടുമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് അനുവദിച്ചിട്ടുമുണ്ട്. അല്ല, ചിലർ പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകരിക്കുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ പഠിക്കുന്നത് എങ്കിൽ അത് മുസ്തഹബായ കാര്യമാണ്. കേവലം മുബാഹാണ് എന്നല്ല, മുസ്തഹബായ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും അവർ പറഞ്ഞിട്ടുള്ളത് ഖിബലയൊക്കെ മനസ്സിലാക്കാൻ ഒരു നാട്ടിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല എങ്കിൽ ഇതിൽ നിന്നും പഠിക്കുക എന്നുള്ളത് വാജിബായി തീരും. ഒരു നാട്ടിൽ വേറെ മറ്റ് മാർഗങ്ങളില്ല ഖിബല മനസ്സിലാക്കാൻ. ആകെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ അവരുടെ അടുക്കൽ പോയി നക്ഷത്രത്തിന്റെ ദിക്കുകളൊക്കെ പഠിച്ച് നമുക്ക് ഖിബല എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവന്റെ നാടിൽ നിന്നും എവിടെയാണ് കാബ എന്നൊക്കെ മനസ്സിലാക്കി നക്ഷത്രത്തെ കണക്കാക്കി അവന് ഖിബലയെ മനസ്സിലാക്കാൻ പറ്റും. ചില നക്ഷത്രങ്ങൾക്ക് അതിന്റെ രൂപം അങ്ങനെയാണ് എന്നാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഖിബലയൊക്കെ മനസ്സിലാക്കാനാണ് എങ്കിൽ അത് വാജിബായി തീരുന്നതാണ് പറയുന്നത്. അതല്ലാതെ വർമ്മ, കാരണം ഖിബല അറിയാൻ വാജിബായ കാര്യമാണ്. വാജിബായ കാര്യങ്ങൾ അറിയാൻ അതുകൊണ്ട് ഇൽമു പഠിക്കൽ വാജിബായി തീരും. അങ്ങനെ അതല്ലാത്ത കാര്യങ്ങൾക്ക്, ജനങ്ങൾക്ക് ഉപകാരമുള്ള മറ്റു പല യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പറ്റുന്ന ഒരു ഇൽമാണ് എങ്കിൽ മുസ്തഹബാണ് എന്ന്. അങ്ങനെയാണ് ഇൽമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ജനങ്ങൾക്ക് ദീനിലും ദുനിയാവിലും ഒരുപോലെ ഉപകാരം കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് പറയാൻ കാരണം അത് ജനങ്ങൾക്ക് ദുനിയാവിലും ദീനിലും ഉപകാരമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് എങ്കിൽ അവർക്ക് കുഫാറുകളിൽ നിന്നും ഒഴിവായി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ചില ആളുകൾ അക്കാര്യങ്ങളൊന്നും പറയില്ല. അതിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ തന്നെ, വിശ്വസ്തരാണ് മുസ്ലിമീങ്ങൾ, അവരിൽ നിന്ന് തന്നെ ഉപയോഗമെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് അത് മുസ്തഹബാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി സഹോദരങ്ങളെ, ഇതാണ് രണ്ടാമത്തെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യം. മൂന്നാമത്തേത് നക്ഷത്രത്തെ ആസ്പദമാക്കി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഹിസ്സിയായ, അഥവാ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന കാര്യകാരണ ബന്ധങ്ങളുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ അവർ പറഞ്ഞു, കമഅരിഫത്തി സമനി ദുഖൂലിൽ ഹർബ്, ചൂടുകാലം എപ്പോഴാണ് ഉഷ്ണം വരുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. വസമനി ദുഖൂലിൽ ബർദ്, തണുപ്പ് വരുന്നത് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റും. ഫയുഖാൽ, അവർ പറയും, ഇദാ ത്വലഅ നജ്മു കദാ ഫഹാദാ ബിദായത്തു ഫസ്ലി സൈഫ്. ഒരു നക്ഷത്രം ആകാശത്ത് ഉദിച്ച, എല്ലാ നക്ഷത്രവും എല്ലാ സമയത്തും ആകാശത്ത് ഉണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കാനിട്ടാണ്. ചില മാസങ്ങളിൽ ചില സമയത്ത് നക്ഷത്രങ്ങൾ അധികവും ചില സമയത്ത് കുറവും, ചില സമയത്ത് ചില നക്ഷത്രങ്ങൾ സൂര്യൻ ഉദിക്കുന്നിടത്ത് അസ്തമയം, അങ്ങനെ പല സ്ഥലത്തും പല സമയത്തും ഉണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങൾ ചിലത് ഉദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഇതാ നാട്ടിൽ ഇനി ശൈത്യം വരാൻ പോകും, കടുത്ത തണുപ്പായിരിക്കും, അല്ലെങ്കിൽ ചൂട് വരാൻ പോകുകയാണ് എന്ന് പറയാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ GCCയിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും. അവർക്ക് ഇങ്ങനെ തണുപ്പ് വരുന്നതിന് മുമ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയാറുണ്ട്. ഇതിനെക്കുറിച്ചും പണ്ഡിതന്മാർ പറയുന്നത് ഇതൊരിക്കലും ഗൈബിയായ കാര്യങ്ങൾ അറിയുക എന്നുള്ളതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം പടച്ചിട്ടുള്ളത് കൃത്യമായ ദിക്കിലും ദിശയിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് അത് പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഇത്ര മിനിറ്റിലാണെന്ന് ആളുകൾക്ക് പറയാൻ പറ്റുന്നത്? കാരണം അല്ലാഹു തആല അതിന് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു ഗൈബിയായ അറിവല്ല അത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർക്കത് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. സൂര്യൻ അസ്തമിക്കുന്നത് കോഴിക്കോട് 6:23 എന്ന് പറയുന്നത് അത് ഗൈബിയായ കാര്യമല്ല. അതിനെക്കുറിച്ച് ഒരാൾ പഠിക്കുക എന്നുള്ളത് അത് ഇതിൽപ്പെട്ടതുമല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ക്ലൈമറ്റുകൾ അഥവാ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന കാലാവസ്ഥ പ്രവചനങ്ങൾ എന്ന് പറയുന്ന കാര്യം അത് കുറിച്ച് പഠിക്കുക എന്നുള്ളത് അതിൽ പറയുന്ന ഹറാമായ പഠനത്തിൽ പെട്ടതല്ല എന്നാണ്.
നാലാമത്തെ കാര്യം ഇതാണ്, ഹദീസിലും അതുപോലെ അദ്ദേഹത്തിന്റെ സഹാബിയുടെ വാക്കുകളിൽ നിന്നുമെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളതായ കാര്യം. ഒന്ന്, ഇൽമു തഅ്സീർ, അഥവാ ഈ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ഭാവി തീരുമാനിക്കുന്ന കാര്യങ്ങളിലും സ്വാധീനമുണ്ടാക്കാൻ പറ്റും. ഇതിന് യാതൊരു തരത്തിലുള്ള കാര്യകാരണ ബന്ധവും ഇതിലില്ല. എങ്ങനെയാണ് അതിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുക? അല്ലാഹു തആല ഖുർആനിൽ അത് അറിയിച്ചിട്ടില്ല, ഹദീസിൽ അത് അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന കാര്യകാരണ ബന്ധങ്ങളും ഒന്നും തന്നെ ഇതിനില്ല. മറിച്ച് ഇതിനെതിരാണ് അല്ലാഹു തആല നമ്മോട് താക്കീത് ചെയ്തത്. ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് താക്കീത് ചെയ്തതും അതാണ്. അങ്ങനെ പഠിക്കാൻ പാടില്ല, അത് ഹറാമായ പഠനമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന പഠനമാണ് എന്നാണ്. അതിൽ ആരെങ്കിലും ഇത്തരം നക്ഷത്രങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട്, അഥവാ ഈ നക്ഷത്രങ്ങൾക്ക് ഇന്ന വ്യക്തിയുടെ ഭാവി തീരുമാനിക്കാൻ സ്വന്തം കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ദീനിൽ നിന്നും തന്നെ പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറാണ്. ഒരാൾ പറയാണ് കാർത്തിക നക്ഷത്രത്തിന് ഇന്ന വ്യക്തിയുടെ ഭാവിയിൽ നിന്ന് തീരുമാനിക്കാൻ സ്വാധീനം അത്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള മറ്റു പല മതസ്ഥരും. അവർ ആ നക്ഷത്രത്തിന് സ്വന്തം തന്നെ കഴിവുണ്ട്, അങ്ങനല്ല ആ നക്ഷത്രത്തെ തന്നെ ആരാധിക്കുന്നവരാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്, ഏറ്റവും വലിയ നക്ഷത്രമാണത്. അതിനെ ആരാധിക്കുന്നത് അതിനങ്ങനെ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിന് നേരെ സുജൂദ് ചെയ്യുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നത്. അതിന് സ്വന്തം നിലക്ക് അങ്ങനെയുള്ള കഴിവുണ്ട്, അതൊരു ദേവനാണ് എന്നാണ് പറയുന്നത്. ഇവരുടെ വിശ്വാസങ്ങളിലും ഈ നക്ഷത്രത്തിനൊക്കെ ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകൾക്ക് ഇഷ്ട ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇന്ന നക്ഷത്രത്തിലാണ് നിന്റെ ഇഷ്ട ദൈവം ഇന്നതാണ്. കാരണം അവർക്ക് കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്, എന്താവശ്യത്തിനും പറയാനുള്ള ദൈവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കുൻ അക്ബറാണ്, അത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി അതല്ല, ഇത് അള്ളാഹു നമുക്കൊരു സബബാക്കി നിശ്ചയിച്ചതാണ്. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ നക്ഷത്രം എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ മാറ്റമുണ്ടാക്കണം എന്ന് അള്ളാഹു സബബാക്കി നിശ്ചയിച്ചതാണ് എങ്കിൽ നമുക്കറിയാം, നമ്മൾ അതൊരു ഖായിദ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു സബബാക്കാത്ത കാര്യം ഒരാൾ സബബാണ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ അത് ശിർക്കുൻ അസ്ഗറാണ്, ദീനിൽ നിന്നും പുറത്തു പോവുകയില്ല. പക്ഷേ അയാൾ ഗൗരവമുള്ള വൻപാപത്തിനേക്കാളും വലിയ ഗൗരവമുള്ള ശിർക്കുൻ അസ്ഗറാണ് അയാൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉറുക്കിന്റെയും മേലസിന്റെ ഒക്കെ കാര്യത്തിൽ ഇതേ തഫ്സീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശദീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറുക്കു മേലസും സ്വന്തം നിലക്ക് അതിന് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്ന രോഗം മാറാനൊക്കെ കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ദീനിൽ പുറത്തു പോകും. ഷിർക്കുൻ അക്ബറാണ്. ഇത് സ്വന്തം നിലക്ക് ഇതിന് അങ്ങനെ ഒരു കഴിവുണ്ട്, ദിവ്യ ശക്തിയുള്ളതാണ് ഇത് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ ദീനിൽ തന്നെ പുറത്തു പോകും. ഇനി അതല്ല, ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. രോഗമൊക്കെ മാറ്റുന്നത് അള്ളാഹുവാണ്, രോഗം വരാതിരിക്കുന്നതും ഒക്കെ കണ്ണീർ തട്ടാതെ ഇരിക്കാനൊക്കെ അള്ളാഹുവാണ് ചെയ്യുക. പക്ഷെ ഇത് കെട്ടിയാൽ അത് സംഭവിക്കും എന്നാണെങ്കിൽ അള്ളാഹു സബബാക്കാത്തൊരു കാര്യം സബബാക്കി. അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതും കൂടി ചെയ്ത കാര്യം കൂടിയാണ്. മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക്. അങ്ങനെയാണ് അത് ഷിർക്കുൻ അക്ബർ അല്ല അസ്ഗറാണ് എന്ന് പറഞ്ഞത്. കാരണം അവൻ എല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ ഒന്നും പങ്കു ചേർത്തിട്ടില്ല, പക്ഷേ അതൊരു സബബാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മൾ നേരത്തെ അത് പൂർണ്ണമായി വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആളുകൾ ഇങ്ങനെ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കും എന്നുള്ളതിന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അതഖവഫുഹു അലാ ഉമ്മതി ഫി ആഖിരി സമാനി സലാസ. ഈ ഉമ്മത്തിൽ അവസാന കാലഘട്ടമാകുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ ഈ ഉമ്മത്തിന്റെ മേൽ ഭയപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമതായി അവിടുന്ന് പറഞ്ഞത് ഈമാനും ബിൻ നുജൂം, അവർ നക്ഷത്രത്തിൽ വിശ്വസിക്കുക, വ തക്ദീബൻ ബിൽ ഖദർ, ഖദറിനെ തള്ളി പറയുക, വ ഹൈഫ സുൽത്താൻ, അതുപോലെ ഭരണാധികാരികളുടെ അക്രമങ്ങൾ. ഇത് 3 ഞാൻ അവസാന കാലഘട്ടങ്ങളിൽ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞത്. ഒന്ന് ഈമാനൻ ബിൻ നുജൂം, നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുക. ഈമാനൻ ബിൻ നുജൂം എന്ന നക്ഷത്രം ആകാശത്തുണ്ട് എന്ന് വിശ്വസിക്കലല്ല, അല്ലെങ്കിൽ നക്ഷത്രം നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കലല്ല ഉദ്ദേശിച്ചത്. മറിച്ച് നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഭാവിയിൽ ചില സ്വാധീനങ്ങൾ മനുഷ്യന്മാരുടെ ജീവിതത്തിലും അവരുടെ ഭാവി തീരുമാനിക്കുന്നതിലും നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് വിശ്വസിക്കൽ ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. വതക്ദീബൻ ബിൽ ഖദർ, അതുപോലെ ഖദറിൽ വിശ്വസിക്കാതിരിക്കുക. കാര്യങ്ങളെല്ലാം അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചതാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു ഖൗം ഇവരും ഉണ്ടാകും. വഹൈഫ സുൽത്താൻ, അതുപോലെ ഭരണാധികാരികളുടെ അക്രമം, അവരുടെ ദുൽമുകൾ, അതും ഈ ഉമ്മത്തിനുണ്ടാകും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
ഇനി അടുത്തത് അദ്ദേഹം കൊടുത്ത ഖതാദ റഹിമഹുള്ളയുടെ മറ്റൊരു അസറാണ്. വകരിഹ ഖതാദതു തഅല്ലുമു മനാസിൽ അൽ ഖമർ വലം യുറഖിസ് ഇബ്നു ഉയൈന ഫി ذكره حرب عنهما ورخص في تعلم المنازل أحمد وإسحاق. പിന്നീട് സലഫുകൾ ഈ വിഷയത്തിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഖതാദ റഹിമഹുല്ലാഹ് തൊട്ടുമുമ്പ് നമ്മൾ വായിച്ച അസർ വായിച്ച അദ്ദേഹം കരിഹ തഅല്ലുമ മനാസിൽ ഖമർ, ചന്ദ്രമന്ദിരം എന്നൊക്കെ പറയുന്ന, ചന്ദ്രൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ദിവസവും ചന്ദ്രൻ ഇങ്ങനെ സ്ഥാനമുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനം, അത് പഠിക്കുക എന്നുള്ളത് അദ്ദേഹം അത് വെറുത്തിരുന്നു എന്നാണ്. സലഫുകൾ വെറുത്തിരുന്നു. കരിഹ എന്ന് പറഞ്ഞാൽ പൊതുവെ അത് അവർ ഹറാമായി കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇബ്നു ഉയൈന അദ്ദേഹവും അത് വെറുത്തിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം അതല്ലാത്ത സലഫുകളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അതിനെ അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞത്? അത് ദരീഅത്തൻ ഇലൽ ഹറാം, ഹറാമിൽ നിന്ന് സദ്ദു ദരീഅ അഥവാ ഹറാമിലേക്ക് എത്താതിരിക്കാനാണ്. കാരണം ആദ്യം ഇതിനെക്കുറിച്ച് പഠിക്കും, ആദ്യം അതിന്റെ രീതിയൊക്കെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. ചന്ദ്രൻ ഏത് ദിവസം എവിടെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കും. പിന്നീട് പിശാജ് അതിനെന്തോ കഴിവുണ്ട്, അതിലെ അങ്ങനെ സ്വാധീനമുണ്ട് എന്നൊക്കെ രൂപത്തിലുള്ള പടിപടിയായി ആളുകളെ ശിർക്കിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാരണത്താലാണ് അവരങ്ങനെ അത് ഒഴിവാക്കേണ്ടതാണ്, ഹറാമാണ് എന്ന രൂപത്തിൽ സംസാരിച്ചത് എന്നാണ്. എന്നാൽ ഭൂരിഭാഗം ഉലമാക്കളും മുൻഗാമികളും ശേഷക്കാരും ഒക്കെ പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരമുള്ള, നാം നേരത്തെ പറഞ്ഞ ഹറാമിലേക്ക് എത്താത്ത, ഷിർക്കിലേക്ക് എത്താത്ത ഉപകാരമുള്ള വഴി മനസ്സിലാക്കാനും മറ്റുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരാൾ പഠിക്കുകയാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്നാണ്. മാത്രവുമല്ല ഇവിടെ തന്നെ നമ്മൾ കൊടുത്തു ഇമാമിങ്ങളായ ഇമാം അഹ്മദും അതുപോലെ ഇമാം ഇസ്ഹാഖ് റഹിമഹുമുല്ലാ പോലെയുള്ള ആളുകൾ അത് അനുവദിച്ചു എന്നാണ്. വറഖസ ഫി തഅല്ലുമിൽ മനാസിൽ, ഈ പറഞ്ഞ ചന്ദ്രന്റെ ഈ പൊസിഷനിങ് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഇമാം അഹ്മദും ഇസ്ഹാഖുമെല്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. ഇമാം അഹ്മദ് റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നത് അന്നഹു തഅല്ലമ ശൈഅൻ മിൻ ദാലിക അൻ അഹ്ലി മക്ക, മക്കക്കാർക്ക് ഈ വിഷയത്തിൽ നല്ല അറിവുള്ള ആളുകളാണ്, ഇതിൽ നിന്നും കുറച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നത് തന്നെ, ഇതുമായി ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് റിവായത്ത് ചെയ്യപ്പെടുന്നത്. ശേഷം കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്. وعن أبي موسى قال رسول الله صلى الله عليه وسلم ثلاثة لا يدخلون الجنة مدمن الخمر وقاطئ الرحم ومصدق بالسحر رواه أحمد وابن حبان في صحيحه. ഈ ഹദീസ് ഇത് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുഅല്ലിഫ് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന് പല പണ്ഡിതന്മാരും ഇതിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ വ്യത്യസ്ത ത്വരീഖുകൾ, വ്യത്യസ്ത രൂപങ്ങളിൽ സനദുകളിൽ ഇത് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് അൽ ഹദീസു ബി മജ്മൂഇ ത്വരീഖൈനി ഹസൻ, രണ്ട് ത്വരീഖിലൂടെ വന്നിട്ടുണ്ട്, അതിൽ നിന്നും ഇത് ഹസനാണ് എന്ന് അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹീഹു തർഗീബ് അദ്ദേഹം അത് സഹീഹുൻ ലിഗൈരിഹി അഥവാ സഹീഹായ സനദുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽപ്പെട്ട മത്തിന് നമുക്കറിയാം, വളരെയധികം അറിയപ്പെട്ട മറ്റു പല ഹദീസിലൂടെ സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ സിഹത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഒന്നാമതായി പറഞ്ഞു സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്നാളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഈ ഹദീസിൽ പറഞ്ഞ മൂന്ന് വ്യക്തികൾ എന്നല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കേണ്ടത്. ശേഷം പറയാൻ പോകുന്ന വസ്ഫുകളുള്ള മൂന്നാളുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല മൂന്ന് വ്യക്തി എന്നുള്ള നിലക്കല്ല, ഈ വസ്ഫുകളുള്ള ആളുകൾ പറയുന്ന മൂന്ന് വസ്ഫുകൾ, മൂന്ന് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ഈ വിശേഷണങ്ങളുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. മൂന്നും വിശേഷണം ഒരാളിൽ തന്നെ വേണമെന്നില്ല. ഇതിലേതെങ്കിലും ഒരു വിശേഷണം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സഹാബത്തിനെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയും, ശേഷമാണ് അത് വിശദീകരിച്ച് പറയുക. അത് അവിടുത്തെ പഠിപ്പിക്കലിന്റെ വളരെ മനോഹരമായ രീതിയായിട്ട് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. കാരണം ആദ്യം തന്നെ മൂന്നാളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്കായാലും അത് സ്വർഗത്തിൽ പ്രവേശിക്കാത്ത എന്ത് കാര്യമാണ്, ആരാണ് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു പഠിക്കാനുള്ള ത്വരയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ആദ്യം പറഞ്ഞത്, ലാ യദ്ഖുലൂനൽ ജന്ന, സലാസുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്നാളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്ന ഈ കാര്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിലർ പറഞ്ഞു അവർ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നാണ്. സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നാണ്. എന്താണ് ഹദീസിൽ പറഞ്ഞ മൂന്നാളുകൾ? അത് വായിച്ചു നോക്കുന്ന സമയത്ത് ഒന്ന് മുദ്മിനുൽ ഖംറാണ്, മുഴുകുടിയനാണ്, കള്ളുകുടിയൻ. രണ്ടാമത്തത് ഖാത്തിഉർ റഹിമാണ്, കുടുംബബന്ധം മുറിക്കുന്നവൻ. മൂന്നാമത്തത് മുസദ്ദിഖുൻ ബിസ്സിഹർ, സിഹറിൽ വിശ്വസിക്കുന്നവൻ എന്നാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നത്?
അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാത്ത ആളുകൾ ഷിർക്കിലോ കുഫ്രിലോ ആയി മരണപ്പെട്ട ആളുകളാണ്. അവരാണ് ഒരിക്കലും പ്രവേശിക്കാത്തത്. മാസിയത്തുകളിൽ മരിച്ച ആളുകൾ അവർ നരകത്തിൽ ദീർഘകാലം അവരുടെ തിന്മകൾക്കനുസരിച്ച് പ്രവേശിക്കുകയും കഴിഞ്ഞുകൂടുകയും പിന്നീട് സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉലമാക്കൾ പറഞ്ഞത്? അതുകൊണ്ട് അവർ പറഞ്ഞത് ഇതിനെ അവർ ഹലാലായി കണ്ടാൽ ആണ് എന്നാണ്. ഏതൊരു തിന്മയും ഒരാൾ ഹലാലാണ് എന്ന് പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞാൽ അത് കുഫ്റാണ്. ഒരാൾ പറയാണ് കള്ള് കുടിക്കലല്ല അതിന്റെ മെയിൻ, അവൻ കുടിക്കുന്നതോടൊപ്പം പറയണം കള്ള് കുടിക്കുക എന്നുള്ളത് ഹറാമാണെന്നും പറയാൻ കഴിയില്ല, കള്ള് ഹലാലാണ് എന്നൊരാൾ വാദിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി തീരും. അവൻ അറിവുള്ളവനാണ്, കാര്യം കള്ളിനെ കുറിച്ച് അറിവുണ്ട്, കള്ള് ദീനിൽ ഹറാമാണ് എന്ന് അറിവുള്ള ഒരുവൻ പറയുകയാണ് കള്ള് ഹറാമെന്നല്ല കള്ള് ഹലാലാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ കാഫിറായി തീരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാമതായി ലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്തിദാഅൻ, തുടക്കത്തിൽ പ്രവേശിക്കുകയില്ല. മരിച്ച ഉടനെ നേരെ സ്വർഗത്തിൽ ഒരിക്കലും ഈ പറയുന്ന കൂട്ടർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് കാലം, ദീർഘകാലം നരകത്തിൽ പ്രവേശിച്ച് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ അത്രയും ദീർഘകാലം നരകത്തിൽ കഴിയേണ്ടി വരുന്ന അവസാനം മാത്രം സ്വർഗത്തിലേക്ക് എത്തുന്നതായ ആളുകളാണ് എന്നാണ്. ഇതും ഗൗരവമുള്ള കാര്യമാണ് അല്ലെ സഹോദരങ്ങൾ. സ്വർഗം നരകത്തിൽ ഒരു മുക്കിയെടുത്താൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുനിയാവിൽ ഏറ്റവും സുഖം ആസ്വദിച്ച വ്യക്തി പോലും അത് മറന്നുപോകുമെന്നാണ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയായി പറഞ്ഞത് ഒരു തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ഒരാൾ ധരിപ്പിക്കപ്പെട്ടാൽ അയാളുടെ തല തിളച്ചു മറയുമെന്നാണ്. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷയായി പഠിപ്പിക്കപ്പെട്ടത്. അതൊരു നിമിഷം ഉള്ള കാര്യമാണ്. അപ്പോൾ നരകത്തിൽ കഴിയുക, അതൊരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും ഒരാൾക്ക് കഴിയുക എന്നുള്ളത് ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് വളരെ താക്കീതുള്ള കാര്യം തന്നെയാണ്. ഇവർ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വളരെയധികം ഗൗരവമുള്ള താക്കീതോടുകൂടി തന്നെയാണ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി പറഞ്ഞത് മുദ്മിനുൽ ഖംർ, കള്ളുകുടിയൻ എന്നാണ് പറയുന്നത്. എന്താണ് ഖംർ എന്ന് പറഞ്ഞാൽ? ഖംർ എന്ന് പറയുന്നതിന്റെ വിശദീകരണം ശരിക്കും പഠിക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകൾ ചിലതിനെ ഖംർ അല്ലാതെ ആക്കുന്നത് അവർ തെറ്റായി മനസ്സിലാക്കിയതിന് കൊണ്ടാണ്. ഉലമാക്കൾ പറഞ്ഞു ഹുവ കുല്ലു മാ ഖാമറൽ അഖൽ വഗത്താഹു മിൻ മശ്റൂബിൻ ഔ മശ്മൂമിൻ ഔ ഗൈറു ദാലിക്. തന്റെ ബുദ്ധിയെ മറച്ചു കളയുന്ന എല്ലാ വസ്തുക്കളും, അത് കുടിക്കുന്നതാകട്ടെ മണക്കുന്നതാകട്ടെ അല്ലാത്തതാകട്ടെ, ബുദ്ധിയെ മറച്ചു കളയുക എന്നുള്ളത് കൊണ്ടാണ് അത് ഖംർ എന്നുള്ള പേര് വന്നത്. അതല്ലാതെ കുടിക്കണമെന്നില്ല. ഇതിന് ഇജ്മാ ഉണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മിമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൽ ഖംറു മാ ഖാമറൽ അഖൽ. കള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറക്കുന്ന കാര്യമാണ്, അല്ലാതെ കുടിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മണക്കുന്നത് വേറെ, വലിക്കുന്നത് വേറെ, പുകയ്ക്കുന്നത് വേറെ ഒന്നുമില്ല. അൽ ഖംറു മാ ഖാമറൽ അഖൽ, ബുദ്ധിയെ മറക്കുന്ന കാര്യം, അതാണ് ഖംർ. എന്തുകൊണ്ടാണ് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത്? ഒരു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം മിമ്പറിൽ പറഞ്ഞതാണ്. മിമ്പറിൽ പറയുകയും സഹാബികൾ മുഴുവൻ കേൾക്കുകയും ആരും അത് എതിർക്കാതിരിക്കുകയും ചെയ്താൽ അതിന് ഇജ്മാഇന്റെ ഹുക്മാണ്. മുഴുവൻ സഹാബികൾക്കും ആ അഭിപ്രായമാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ഖംർ തന്നെയാണ്. ചില ആളുകൾ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെ കള്ളൊന്നും ഞാൻ കുടിക്കുന്നില്ല. ഇവിടെ കള്ളിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. കള്ള് കുടിക്കുന്നില്ല എന്നാണ്. അറബിയിൽ കള്ള് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്, ഖംർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഖംർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ആ രൂപത്തിലുള്ള ഹഷീഷുകൾ അല്ലെങ്കിൽ അങ്ങനെ കഞ്ചാവ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചില കെമിക്കൽസ് ആയിരിക്കും, കെമിക്കലായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പല ഇലകളും മറ്റുമൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് ഞാൻ വലിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നാണ്. ഏതുമാകട്ടെ ബുദ്ധിയെ മറച്ചു കളയുന്നതായ കാര്യമാണോ ഉപയോഗിക്കുന്നത് അത് ഹറാമാണ്. അതാണ് ഖംർ. അല്ലാതെ ഇങ്ങനെ കള്ള് കുടിച്ച് അങ്ങനെയുള്ള ഒരു കുപ്പിയും ആ കള്ളും ഗ്ലാസും ഒക്കെ കുറിച്ച് അത് മാത്രമാണ് കള്ള് എന്ന് ധരിക്കേണ്ടതില്ല എന്നാണ്. വേറെ ചില ആളുകളാണെങ്കിലാകട്ടെ അവർ ഇത്തരത്തിലുള്ള കഞ്ചാവ് പോലത്തെ കാര്യങ്ങൾ, അത് സിഗരറ്റ് ഒക്കെ പോലെയുള്ള ഒരു മക്രൂഹായ കാര്യമാണെന്നാണ് പറയുന്നത്. ഒന്നാമത് അവരുടെ ഖിയാസ് ഏറ്റവും വലിയ അബദ്ധത്തിലുള്ള ഖിയാസാണ്. സിഗരറ്റ് അത് മക്രൂഹല്ല, അത് അതിന്റെ തെളിവുകൾ പരിശോധിച്ചാൽ അത് ഹറാമാണ്. എന്നിട്ട് അതിനോടാണ് അതിനേക്കാളും വലിയ കള്ളിനേക്കാളും ഗൗരവമുള്ള കാര്യത്തെ അവർ ഖിയാസാക്കുന്നത്. അപ്പോൾ അത് ഹറാമായ കാര്യമാണ്. അതുപോലെ ചില നാടുകളിൽ ഖാത്തുകൾ ഉപയോഗിക്കാറുണ്ട്, ചില ഇലകൾ അതിങ്ങനെ വായിൽ വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യമന് പോലെയുള്ള രാജ്യങ്ങളിൽ അത് വ്യാപകമായി ഉണ്ട്. അതെല്ലാം ഖംറിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഖംർ, ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും ഖംർ, കള്ളാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഹറാം. ഈ ഹദീസ് തന്നെ ധാരാളമാണ്
നമ്മൾ ആളുകൾ ധാരാളമായി മുസ്ലിമീങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സിഗരറ്റ് പോലെയുള്ള കാര്യങ്ങൾ അത് ഹറാമാണ്, അതിന് ഖംറിന്റെ ഹുക്മ് വരും എന്ന് പറയാൻ ഇത് തന്നെ മതിയായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അവൻ ചെയ്യുന്ന വ്യക്തികൾ അവർ അവരുടെ സമ്പത്ത് തുലച്ചു കളയുന്നു, അതുപോലെ തന്നെ സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ധാരാളം കാരണങ്ങൾ കൊണ്ട് അത് ഹറാമാണ് എന്ന് കാണാം. ഇനി ഇവിടെ പറഞ്ഞത് മുദ്മിനുൽ ഖംറിനെ കുറിച്ചിട്ടാണ്. മുദ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ മുദാവിമു അലാ ശുർബിഹ, പതിവായി കുടിക്കുക. അതാണ് മുഴുകുടി എന്ന് പറഞ്ഞത്. പതിവായി കുടിക്കുന്നവരാണ് മുദ്മിനുൽ ഖംർ എന്ന് പറയുന്നത്. അഥവാ എപ്പോഴോ 1-2 പ്രാവശ്യം കുടിച്ച് തൗബ ചെയ്ത ഒരുവനല്ല, പതിവായി കുടിച്ച് മരണം വരെ അങ്ങനെയാണ് അവൻ മരിച്ചു പോയിട്ടുള്ളത്. തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. കള്ള് കുടിച്ച് കുടിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ. തൗബ ചെയ്യാൻ വേണ്ടി ബുദ്ധി അവനുണ്ടാവുകയില്ല. രാവിലെ എഴുന്നേറ്റ് കള്ളു കുടിച്ച് അങ്ങനെ ഉറങ്ങി, പിറ്റേന്ന് രാവിലെ കള്ളു കുടിച്ച് അവന് മുദ്മിനുൽ ഖംർ, മുഴുകുടിയൻ എന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹുക്കുമാണ്, അവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നേരത്തെ പറഞ്ഞ തഫ്സീലിന്റെ അടിസ്ഥാനത്തിൽ അവൻ അതിനെ കള്ളിനെ ഹലാലായി കണ്ടിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. ഇനി അതല്ല, അവൻ ഹലാലായിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ എന്നും കുടിക്കും, അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്നത് പോലെ അവൻ ഏറ്റവും അവസാന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, നരകത്തിൽ ദീർഘകാലം ശിക്ഷകൾ അനുഭവിക്കേണ്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതായിരിക്കും എന്നാണ്. രണ്ടാമതായി പറഞ്ഞത് സഹോദരങ്ങളെ, വഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് വലിയ ഗൗരവമായ തിന്മയാണ്. റഹിം, കുടുംബബന്ധം എന്ന് പറയുന്നത് അത് ഉപ്പയുടെ വകയിൽപ്പെട്ടതാണെങ്കിലും ശരി, ഉമ്മയുടെ വകയിൽപ്പെട്ടതാണെങ്കിലും ശരി, രണ്ടും കുടുംബബന്ധം എന്നാണ് പറയുന്നത്. ഇത് മുറിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവനെന്ന, അത് ഉപ്പ വഴിയുള്ള ബന്ധമാകട്ടെ ഉമ്മ വഴിയുള്ള ബന്ധമാകട്ടെ, അത് പുലർത്തുക എന്നുള്ളത് വാജിബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. എന്നാൽ ആ കുടുംബബന്ധം പുലർത്തുക, അതിന്റെ രൂപങ്ങൾ, കുടുംബ ബന്ധം എത്രത്തോളം അടുത്താണ് ദൂരെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടും. ഏറ്റവും അടുത്ത ആളുകളോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തേണ്ടി വരും. ഉപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അവരാണ് ഏറ്റവും അടുത്തുള്ള ആളുകൾ. അവരോട് പുലർത്തേണ്ട ബന്ധം പോലെ ആയിരിക്കില്ല അവരുടെ മക്കളോട് പുലർത്തേണ്ടത്. എന്നാൽ മക്കളിൽ തന്നെ അതിലുള്ള ആണിനോട് പുലർത്തേണ്ടത് പോലെ ആയിരിക്കില്ല പെണ്ണിനോട് പുലർത്തേണ്ടത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇപ്പോ ഉപ്പയുടെ സഹോദരങ്ങളാണ് എങ്കിൽ, ഉമ്മയുടെ സഹോദരങ്ങളാണ് എങ്കിൽ അവരെ പോയി കാണുകയും സംസാരിക്കുകയും അതുപോലുള്ള ബന്ധം അത് സുദൃഢമായതായിരിക്കണം. എന്നാൽ അവരുടെ മക്കളുമായിട്ടാകുമ്പോൾ ചിലപ്പോൾ അത്ര ഉണ്ടാവുകയായിരിക്കുകയില്ല, പക്ഷെ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ മക്കളിൽ ഇനി സിയാറത്ത് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി സ്ത്രീകളാണ് എങ്കിൽ, അഥവാ ഉമ്മയുടെയും ഉപ്പയുടെ ഒക്കെ സഹോദരങ്ങളുടെ മക്കൾ സ്ത്രീകളാണ് എങ്കിൽ അവർക്ക് നന്മകൾ ചെയ്തിട്ടാണ് അവരോടുള്ള ബന്ധം പുലർത്തുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നമാ തുസാറു ബിൽ ഇഹ്സാൻ, അവർക്ക് നന്മകൾ ചെയ്യണം, അതൊരിക്കലും നമുക്ക് തടസ്സമല്ല. പക്ഷെ സിയാറത്തില്ല. അപ്പൊ ഉമ്മയുടെ സഹോദരിയുടെ മകൾ ഒരു വീടെടുത്ത് താമസിക്കുന്ന അവൾ ഒറ്റക്കാണ്, നമ്മളെ സഹോദരിയാണ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി സിയാറത്ത് അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളുടെ പെൺമക്കൾ, അവർ നമ്മുടെ സഹോദരിമാരാണ്. ഏത് നിലക്ക്? ഉപ്പയുടെ സഹോദരന്റെ മക്കളാണെന്നുള്ള നിലക്ക് അവരോട് നമുക്ക് എല്ലാ രൂപത്തിലും നല്ല ബന്ധങ്ങളും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും പാവപ്പെട്ടവരാണ്, സഹായിക്കണം, പെട്ടെന്ന് മുൻഗണന കൊടുക്കണം. കുടുംബ ബന്ധമാണ്, അവർ പാവപ്പെട്ടവരാണ്, സഹായിക്കണം, അവർക്ക് ആവശ്യങ്ങളുണ്ട്, എത്തിച്ചു കൊടുക്കണം, ഒക്കെ നമ്മൾ ചെയ്യണം. ചെയ്യേണ്ട എല്ലാ നന്മകളും അവർക്ക് ചെയ്യണം. പക്ഷെ നേർക്ക് നേരെയുള്ള നമ്മുടെ സഹോദരികളല്ല. അതുകൊണ്ട് തന്നെ സിയാറത്തുകൾ, അവർ നേർക്ക് നേരെ അവരുടെ വീട്ടിൽ അവർ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് പോകുക, ഇത് പാടില്ല. നമ്മുടെ സഹോദരിമാരുടെ വീട്ടിൽ നമുക്ക് ഒറ്റക്കായിരിക്കുമ്പോൾ പോകാം, പക്ഷെ അതുപോലെയുള്ള സഹോദരിമാരല്ല കസിൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അവരോട് നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നന്മകൾ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആവശ്യങ്ങൾ അവർക്ക് തീർത്തു കൊടുക്കുക. അതല്ലാതെ അവരെ നേർക്ക് പോയി കാണുക എന്നുള്ളത് അത് കുടുംബബന്ധമല്ല. ഇത് വിശദീകരിച്ച് പറയാൻ കാരണം, ചില ആളുകൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കസിൻ സിസ്റ്റേഴ്സുമായി അവരുടെ അടുക്കലേക്ക് മുന്നിൽ നിൽക്കാതെ, അല്ലെങ്കിൽ അവരോട് വർത്താനം പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാതെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അവൻ കുടുംബബന്ധം മുറിക്കുന്നവനാണെന്ന് പറഞ്ഞ ഹദീസുകൾ ഓതുന്ന വിവരം കെട്ട ആളുകൾ കാണാൻ സാധിക്കും. അല്ല, അവിടെ ഓരോന്നിനും അതിൻ്റെതായ രൂപമുണ്ട്. കുടുംബബന്ധം പുലർത്തുന്നത് എല്ലാവരോടും ഒരുപോലെയല്ല, ഓരോരുത്തരോടും ഓരോ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ആണിനോട് പോലെയല്ല പെണ്ണിനോട് ചെയ്യേണ്ടത്. അവരോട് ബാധ്യതകളുണ്ട്, ബന്ധങ്ങൾ നമുക്ക് പുലർത്തേണ്ടതുണ്ട്. പക്ഷേ അത് എല്ലാം ഒരുപോലെയല്ല എന്ന കാര്യം മനസ്സിലാക്കുക. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? വേറെയും ധാരാളം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മുറിക്കുന്നവൻ, ബന്ധത്തെ മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവനിൽ യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല, അവന്റെ ഖൈറൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, ഗർഭപാത്രത്തെ പടച്ചതിന് ശേഷം അതിനോട് സംസാരിക്കുന്നതായിട്ട്, അമാ തർദൈന അൻ അസ്ലമൻ വസലകി വഅൻ അഖ്തഅ മൻ ഖതഅകി. ആളുകൾ കുടുംബബന്ധമൊക്കെ മുറിക്കും, അതൊരു പ്രയാസമാണ് എന്ന് കുടുംബബന്ധം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല അതിനൊരു വാഗ്ദാനം നൽകി, നിന്നെ ചേർക്കുന്നവനെ ഞാൻ ചേർക്കുമെന്നും നിന്നെ മുറിക്കുന്നവനെ ഞാൻ മുറിക്കുമെന്നും പറയുക. അത്രയും വലിയ കാര്യം അല്ലാഹു തആല ഏറ്റെടുത്തു പറഞ്ഞു. അതിൽ നീ തൃപ്തിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ കുടുംബബന്ധം പറഞ്ഞു എന്നാണ്. ബല, അതെ എന്ന് പറഞ്ഞു. ഫദാകിലക്, നിനക്കതുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോ കുടുംബബന്ധം മുറിച്ചവൻ അല്ലാഹു മുറിക്കും. അല്ലാഹു മുറിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖൈറുകളിൽ അവൻ തടയപ്പെടും. കുടുംബബന്ധം ചേർക്കുന്നവന് അല്ലാഹു അവന് ചേർക്കുന്നതാണ്, അവന് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പണ്ഡിതന്മാർ പറഞ്ഞത്, മറ്റു പല കുറവുകളും അവനുണ്ട് എങ്കിൽ പോലും കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലാഹു തആല ഖൈറുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. കുടുംബബന്ധം ചേർക്കുന്നവന് അള്ളാഹു ഖൈറുകൾ നൽകിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ചില കുറവുകളൊക്കെ അവന് മറ്റു കാര്യത്തിൽ ഉണ്ടായേക്കാം, പക്ഷെ കുടുംബബന്ധം മുറിക്കുന്നവൻ അള്ളാഹു പ്രത്യേക പരിഗണന നൽകും എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബബന്ധം മുറിക്കുന്നവന് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിൽ ഉഖൂബ ഫിദ് ദുനിയ മഅ മാ യദ്ഖറു ലഹു ഫിൽ ആഖിറ മിസ്ലുൽ ബഗി വഖതിഅത്തുർ റഹിം. രണ്ട് തിന്മകളുണ്ട്. ആ രണ്ടു തിന്മകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ചെയ്യുന്നവൻ അള്ളാഹു ദുനിയാവിൽ തന്നെ ആദ്യം കൊടുക്കും, ആഖിറത്തിലുള്ളത് വേറെയുമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലൊന്ന് അത് മിസ്ലുൽ ബഗി, ആളുകൾ അക്രമം ചെയ്യുക, ളുൽമ് ചെയ്യുക, അക്രമം ചെയ്യുക. രണ്ട് ഖതിഅത്തുർ റഹീം, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതാണ്. കാരണം കുടുംബബന്ധങ്ങൾ അങ്ങനെ മുറിച്ച ആളുകൾക്ക് അവന് ദുനിയാവിൽ തന്നെ അതുപോലെയുള്ള ശിക്ഷകൾ, ഒറ്റപ്പെടുന്ന അവസ്ഥ പോലെയുള്ള പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. നോക്കൂ, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ നമ്മളൊക്കെ പലരും പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള, നമുക്കറിയാം, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ട് നിബന്ധന, ഒന്ന് ഇഖ്ലാസ്, മറ്റൊന്ന് ഇത്തിബാഉമാണ്. ഒരാൾ ഇഖ്ലാസോടുകൂടി ചെയ്യുക, അള്ളാഹുക്ക് വേണ്ടി മാത്രം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ചെയ്യുക. പക്ഷേ അയാൾ കുടുംബബന്ധം മുറിക്കുന്നവനാണ് എങ്കിൽ ഈ രണ്ട് ഷർത്തുകളും അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ മതിയാകും എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖമീസ് ലൈലത്തുൽ ജുമുഅ. വെള്ളിയാഴ്ച രാത്രി, വ്യാഴാഴ്ച ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹുവിന് പ്രദർശിപ്പിക്കപ്പെടും. ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹീം. എന്നാൽ കുടുംബബന്ധം മുറിക്കുന്നവന്റെ അമൽ സ്വീകരിക്കപ്പെടുകയില്ല, കബൂലാക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഗൗരവമുള്ള കാര്യമാണ്, അല്ലെ? നമുക്ക് ഒരു ന്യായവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുടുംബബന്ധങ്ങൾ മുറിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ നിസ്സാരമായ കാര്യം, ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്നല്ല, കല്യാണത്തിന് നിശ്ചയത്തിന് മുമ്പുള്ള വേറെന്തോ ഒരു തീരുമാനം, അതിന് വിളിച്ചിട്ടില്ല, അത് തന്നെ മതി. കല്യാണത്തിന് വിളിക്കാത്തതും അല്ല, അതിനൊരു നിശ്ചയമുണ്ട്, നിശ്ചയം ഇന്ന ദിവസം ഉണ്ടാകുമെന്ന് നിശ്ചയിക്കുന്ന ചെറിയൊരു കാര്യമുണ്ട്, അത്രയും നിസ്സാരമായിരിക്കും. അതിനെ നമ്മൾ വിളിച്ചറിയിച്ചിട്ടില്ല, അല്ലെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല, ഫോണിലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ മതി ആളുകൾക്ക് കുടുംബബന്ധം മുറിക്കാൻ. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്കില്ല, ഇനി നിങ്ങളുടെ കല്യാണത്തിനില്ല, ഒരു പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും നിസ്സാര കാരണം കിട്ടാൻ കാത്തു നിന്നുകൊണ്ട് കുടുംബബന്ധം മുറിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസുകൾ അറിഞ്ഞാൽ പേടിയുണ്ടാകണം. നമ്മൾ അമലുകൾ ചെയ്യുന്നത് നമ്മളെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഖൈറുകൾ ഇല്ലാതായി പോകും. ദുനിയാവിൽ തന്നെ നമുക്ക് ശിക്ഷകൾ കിട്ടും. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ വൈകിപ്പോകും, നരകത്തിലായി പോകും. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ എങ്ങനെ എന്റെ ഭാഗം ക്ലിയർ ആക്കാമെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിപ്പോയോ, അങ്ങോട്ട് പോയി, ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കരുത്. സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധം നന്നാക്കാനാണ് ഈ ഹദീസുകൾ മനസ്സിലാക്കിയ ഒരാൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും താല്പര്യമായിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് യാതൊരു വിലയും അവർ നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് വമുസദ്ദിഖും ബിസ്സിഹർ. ഇതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സിഹറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആദ്യം സിഹറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട്. സിഹറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ. ചില ആളുകൾ വളരെ അധികം ബുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാവിൽ വളരെ ബുദ്ധിയില്ലാത്ത വർത്തമാനങ്ങൾ പറയിക്കും. അതിൽ പെട്ടതാണ് സിഹറിൽ വിശ്വസിക്കുക. ഈ ഹദീസ് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും, സിഹർ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹദീസ് ഉണ്ട് എന്നാണ്. എന്നിട്ട് ഈ ഹദീസ് ഇമാം ബുഖാരിയോ മുസ്ലിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉദ്ധരിച്ചത് കൊണ്ടുവരും. ഇതേ ഇമാം ബുഖാരി മുസ്ലിം സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞ് ധാരാളം ഹദീസുകൾ വേറെ കൊടുത്തിട്ടുണ്ടാകും. ഇത് ഹദീസ് എഴുതിയ
മുഹദ്ദിസായിരിക്കും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ കാഫിറാകും എന്നൊക്കെ ഉള്ള വസ്ഫ് ആദ്യം അയാൾക്കായിരിക്കും ഉണ്ടാവുക. അതൊരിക്കലും ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറിന് സ്വാധീനമുണ്ട് എന്ന് സൂറത്തുൽ ബഖറയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതിനെതിരായ ഒരു ഹദീസ് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. ഹദീസിൽ ധാരാളം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹർ ബാധിച്ചു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിക്കും. ഭൗതികമായ ചില കാര്യങ്ങൾ, ദീനിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭൗതികമായ ചില കാര്യങ്ങൾ ഹദീസിൽ തന്നെ അത് വന്നിട്ടുള്ളതാണ്. തന്റെ ഭാര്യയുമായി കഴിഞ്ഞ രാത്രിയിൽ ബന്ധപ്പെട്ടിരുന്നോ ഇല്ലേ, രാവിലെ എഴുന്നേറ്റപ്പോൾ കുളിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന പോലെ കാര്യങ്ങളാണ് അവിടെ നിഷ്കാലുണ്ടായിരുന്നത്. അത്രയും മാത്രം, അഥവാ ബാധിച്ചിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം നമുക്ക് അറിയുന്ന കാര്യവുമാണ് അത്. അതുകൊണ്ട് തന്നെ മുസദ്ദിഖും ബിസ്സിഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സിഹർ ഫലിക്കും എന്ന് വിശ്വസിക്കുക എന്നല്ല. മറിച്ച് അത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, സിഹർ ഉണ്ട്, സിഹറിന് സ്വാധീനമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വിശ്വസിക്കുക എന്നുള്ളത് ദീനാണ്, ദീന് സ്ഥിരപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തുള്ള കാര്യം, അഥവാ ഇങ്ങനെയുള്ള സാഹിറന്മാർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇത്തരം സിഹറുകൾക്ക് ഈ രൂപത്തിൽ ആളുകളെ നിയന്ത്രിക്കാനും അവരുടെ ഭാവി തീരുമാനിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ, അത് വിശ്വസിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ സിഹർ ചെയ്യാം എന്നൊരാൾ വിശ്വസിക്കുകയാണ് എങ്കിൽ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഇതാണ് ഈ വിഷയത്തിന്റെ തെളിവ് ഇതായിട്ടാണ് കൊടുത്തത്? എന്തുകൊണ്ടാണത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൻ ഇഖ്തബസ ശുഅബതൻ മിനൻ നുജൂം ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ. ആരെങ്കിലും ജ്യോത്സ്യത്തിന്റെ ഒരു ഭാഗം പഠിച്ചെടുത്താൽ അവൻ സിഹറിൽ നിന്നാണ് പഠിച്ചെടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ സിഹറിനെ വിശ്വസിക്കുക, സിഹറിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊണ്ടുവന്ന് സിഹറുമായി ജ്യോത്സ്യത്തിന് ബന്ധമുള്ളത് കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗൈബിയായ കാര്യങ്ങൾ വാദിക്കുക എന്നുള്ള കാര്യത്തിലും ഭാവി കാര്യങ്ങൾ പ്രവചിക്കുക എന്നുള്ള കാര്യത്തിലുമെല്ലാം സിഹറിനും ജ്യോത്സ്യത്തിനും സാമ്യതകളുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതോടുകൂടി ഈ അധ്യായം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അടുത്തൊരു അധ്യായം കൂടിയാണ് ജനങ്ങളിൽ അധികമായി വർദ്ധിച്ചിട്ടുള്ള ഷിർക്കുകളും കുഫ്റുകളും കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമായി കൊടുത്തിട്ടുള്ളത് ബാബു മാ ജാഅ ഫിൽ ഇസ്തിസ്ഖാഇ ബിൽ അൻവാ, അഥവാ ഞാറ്റുവേലകൾ ആസ്പദമാക്കിക്കൊണ്ട് നക്ഷത്രങ്ങളോട് മഴ തേടുക പോലെയുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ച് പറയേണ്ട ഒരു അധ്യായമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിലായിക്കൊണ്ട് മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.